ഇനി കഴിഞ്ഞ ദിവസം വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായിരുന്നു കൊച്ചി മേയറായ VK മിനിമോൾ നടത്തിയത്. അതായത് ലത്തീൻ സഭയുടെ പിന്തുണ കൊണ്ടാണ് താൻ മേയറായത് എന്നാണ് അവർ പറഞ്ഞത്. എന്നാലും ആ സംഭവത്തിൽ മേയറെ തിരഞ്ഞെടുത്ത മാനദണ്ഡം കോൺഗ്രസ് വ്യക്തമാക്കിയെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിക്കുകയാണ്. കൊച്ചിയെ ഇവർ ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് മേയറുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നവരല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും രഹസ്യമായി പോയി സഭാ നേതാക്കളെ കാണുകയും ചെയ്യുന്നുവെന്നും VD സതീശനെ P. രാജീവ് പരിഹസിച്ചു. അവർ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി. എന്ന് മാത്രമല്ല, അവരുടെ നേതൃത്വത്തിൻ്റെ അവസരവാദ നിലപാട്, ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്നവരല്ല, ഞങ്ങൾ വളരെ ആദർശ ശുദ്ധിയുള്ളവരാണെന്നൊരു വസ്തു പറയും. എന്നിട്ട് രഹസ്യമായി അവിടെ പോയി സന്ദർശിക്കും, അത്തരം കാര്യങ്ങൾ ഇടപെടും. ഇപ്പോൾ ഏത് വിഭാഗത്തിനും സാമൂഹ്യമായി കൊടുക്കണോ, പദവികൾ എങ്ങനെ കൊടുക്കണം, അതെല്ലാം അവർക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ കൊച്ചി പോലെ അതിവേഗത്തിൽ വികസനം നടക്കുന്നൊരു സ്ഥലം, വലിയ മാറ്റമടന്ന, എതിരാളികൾ പോലും പ്രശംസിച്ച ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നിടത്ത് എങ്ങോട്ടാണ് ഇവരത് കൊണ്ടുപോകുമ്പോൾ എന്ന സൂചന ഇപ്പോൾ തന്നെ വന്നു എന്ന് മാത്രം കണ്ടാൽ മതി.